ദ ജേർണലിസ്റ്റിലേക്ക് ഗസയിലേക്കുള്ള അധിനിവേശത്തിൽ ഇസ്രായേലിനെ സഹായിക്കാൻ ഇറങ്ങിയ അമേരിക്ക ഒടുവിൽ ആട്ടാപ്പാട്ടലം കുടുങ്ങുകയാണ്. അതിശക്തമായ തിരിച്ചടിയാണ് പശ്ചിമേഷ്യയിൽ പലയിടത്തു നിന്നും അമേരിക്കയ്ക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒക്ടോബർ 7-ാം തീയതിക്ക് ശേഷം ഇറാഖിലെ അമേരിക്കൻ സൈനിക ബേസിന് നേരെ ഉണ്ടാകുന്ന ഏറ്റവും ശക്തമായ ഒരു ആക്രമണം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യുന്നു. അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ AFP ആണ് ഇതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ വിവരങ്ങൾ പങ്കുവച്ചത്. ഇറാഖിലെ അമേരിക്കൻ ക്യാമ്പിന് നേരെ ഗുരുതരമായ ഒരു ആക്രമണം ഉണ്ടായി എന്നും ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ആക്രമണമാണ് അത് എന്നും ഏതാണ്ട് 15-ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ തുടർച്ചയായി അജ്ഞാത കേന്ദ്രത്തിൽ നിന്ന് വന്നു എന്നുമാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് ആരാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് അമേരിക്കയ്ക്ക് കൃത്യമായ വിവരമൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ ഇറാന്റെ പിന്തുണയോടുകൂടിയുള്ള ഏതോ ഒരു ഗ്രൂപ്പാണ് ഇതിന് പിന്നിൽ എന്ന് ഏറെക്കുറെ സ്ഥിരീകരിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്കയുടെ ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായി എന്ന് നിരവധി സൈനികർക്കും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റിട്ടുണ്ട് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം തന്നെ മറ്റൊരു വിവരം വരുന്നത് ഹൂത്തികളുടെ നേതൃത്വത്തിൽ അമേരിക്കയും ഇസ്രായേലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു അമേരിക്കൻ കപ്പലിന് നേരെ അതിശക്തമായ ഒരു ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഉണ്ടായി എന്നാണ്. അതായത് ബാലിസ്റ്റിക് മിസൈലുകൾ തുടർച്ചയായി ഇറാന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ചെറു സംഘങ്ങൾ, ഈ ഹൂത്തികൾ അടക്കമുള്ള സംഘങ്ങൾ തുടർച്ചയായി പ്രയോഗിക്കുന്നു എന്നുള്ളത് ഈ യുദ്ധത്തിന്റെ തലം മാറുകയാണ്, തീവ്രത കൂടുകയാണ്, അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാവുകയാണ് എന്നു തന്നെ പറയേണ്ടി വരും. ഒരു വശത്ത് അമേരിക്കയും UK ഒക്കെ ചേർന്ന് ഹൂത്തികളെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തുടർച്ചയായി വീണ്ടും വീണ്ടും ഈ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഹൂത്തികളുടെ യമനിലെ ക്യാമ്പുകൾക്ക് നേരെ തുടർച്ചയായി 6 ആക്രമണങ്ങൾ അമേരിക്ക നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ 6 ആക്രമണങ്ങൾക്ക് ശേഷവും തിരിച്ച് അമേരിക്കൻ കപ്പലുകൾക്ക് നേരെയും ഇസ്രായേലിലേക്കുള്ള കപ്പലുകൾക്ക് നേരെയും ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെയും ഒക്കെ ഹൂത്തികൾ ആക്രമണം തുടരുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അമേരിക്കയും മാറുകയാണ്. കാരണം ലോകശക്തിയാണല്ലോ, ഈ ചെറു ഗ്രൂപ്പുകൾ നിന്നടിക്കുകയാണ്. ആ അടി വാങ്ങിക്കൂട്ടുക എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്ന കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഇറാഖിലേക്കും സിറിയയിലേക്കും ഒക്കെ ആക്രമണങ്ങൾ തുടരുമ്പോൾ അത് അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്ന തിരിച്ചടി ചെറുതല്ല, വലിയ തിരിച്ചടിയാണ്. കാരണം പശ്ചിമേഷ്യയിൽ പലയിടത്തും അമേരിക്കയുടെ ക്യാമ്പുകൾ കാലങ്ങളായുണ്ട്. അധിനിവേശത്തിന്റെ കഥകൾ നമുക്കറിയാം. അതിനുശേഷം അവിടെയൊക്കെ ഞങ്ങളുടെ പട്ടാളമുണ്ട്, അവരൊക്കെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അമേരിക്കയ്ക്ക് അവരുടെ കേന്ദ്രങ്ങളിലേക്ക് തുടർച്ചയായ തിരിച്ചടികൾ ഏറ്റുവാങ്ങുകയാണ്. ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ട്, AFP എന്ന അന്താരാഷ്ട്ര വാർത്താ ഏജൻസി പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് ഇതിൽ പറയുന്നത് പടിഞ്ഞാറൻ ഇറാഖിലെ US നേതൃത്വത്തിലുള്ള സഖ്യസേന ഉപയോഗിക്കുന്ന സൈനിക താവളത്തിന് നേരെ ശനിയാഴ്ചയാണ് ആക്രമണം ഉണ്ടാകുന്നത്. ഈ ആക്രമണത്തിൽ 15ഓളം റോക്കറ്റുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടുവെന്നും അൽ-അസദ് വ്യോമത്താവളം എന്നാണ് ഇതിന്റെ പേരുമെന്നാണ് AFP റിപ്പോർട്ട് ചെയ്യുന്നത്. ആക്രമണത്തിൽ US ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റുവെന്ന് റോയിറ്റേഴ്സ് എന്ന അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയും വ്യക്തമാക്കുന്നുണ്ട് എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത് എവിടെ നിന്നാണ് വന്നത് എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും സ്ഥിരീകരണമായിട്ടില്ല. പക്ഷേ ഒരു ഉദ്യോഗസ്ഥൻ, അതായത് ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ, അമേരിക്കൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട്, അവരുടെ പേര് പറയാൻ ആഗ്രഹിക്കാത്തൊരു ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത് മിസൈലുകൾ അൽ-അസദ് വ്യോമത്താവളത്തെ ബാധിച്ചിട്ടുണ്ട്. സംയുക്ത നാശനഷ്ട വിലയിരുത്തലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സഖ്യസേനയും ഇറാഖി സേനയും ഒക്കെ സംയുക്തമായിട്ട് എന്താണ് നാശനഷ്ടം ഉണ്ടായത്, എത്രത്തോളം ഉണ്ട്, അത് എവിടെയൊക്കെ ബാധിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഇത് വന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. എന്ന് വെച്ചാൽ അടി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അമേരിക്കയ്ക്ക് നേരെ ശക്തമായ ആക്രമണം പല കോണുകളിൽ നിന്ന് വരികയാണ്. അതുകൊണ്ടായിരിക്കണം ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ സംസാരിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത വന്നത്. അതിൽ പറയുന്നത് സ്വതന്ത്ര പലസ്തീൻ എന്ന വിഷയത്തിൽ അമേരിക്കയ്ക്ക് ഇപ്പോൾ താല്പര്യം കൂടുതലാണ്. അതായത് ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ നിന്ന് അടിയോടടിയായിരിക്കും എന്നുള്ളത് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട്. തിരിച്ചടിക്കുന്നുണ്ട് അമേരിക്ക, പലയിടത്തും കടന്നു കയറി ആക്രമിക്കുന്നുണ്ട്. ഈ പറയുന്ന ഹൂത്തികൾക്ക് നേരെയും അവരുടെ യമൻ ക്യാമ്പുകൾക്ക് നേരെയും ഒക്കെ ആക്രമണം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ആക്രമണങ്ങൾ കൊണ്ടൊന്നും ഇവരുടെ മുന്നോട്ടുള്ള പോക്ക് അതിന് തടയാൻ കഴിയുന്നില്ല. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. എന്ന് വെച്ചാൽ ഈ ഹൂത്തികളെ ഞങ്ങൾ ഫിനിഷ് ചെയ്യും, അല്ലെങ്കിൽ ഹൂത്തികളുടെ ആക്രമണം, ചെങ്കടലിലെ ആക്രമണം ഫിനിഷ് ചെയ്യും, അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കും എന്ന് പറഞ്ഞ് തുടങ്ങിയ അമേരിക്കയ്ക്ക് അതിൽ ലക്ഷ്യം കാണാൻ കഴിയുന്നില്ല. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. എന്ന് മാത്രമല്ല, ഓരോ ദിവസം കഴിയും തോറും ഇറാന്റെ പിന്തുണയോടുകൂടിയുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണ്. അതിലുപയോഗിക്കുന്നത് ബാലിസ്റ്റിക് മിസൈലുകൾ പോലെയുള്ള അത്യാധുനികമായി വികസിപ്പിച്ചെടുത്ത ഈ യുദ്ധോപകരണങ്ങളാണ്.
അപ്പം അതിൻ്റെ തീവ്രതയും തോതും വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതുണ്ടാക്കുന്ന നാശനഷ്ടങ്ങളും വർദ്ധിക്കും എന്ന് മാത്രമല്ല സമാധാന ശ്രമങ്ങൾ അല്ലെങ്കിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ എങ്ങും എത്താതെ പോകുകയും ചെയ്യും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഒരു പക്ഷേ ഇസ്രായേൽ അടക്കം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഈ തിരിച്ചടികൾ ശക്തമാകുമ്പോൾ ഒരു ഒത്തുതീർപ്പിലേക്ക് സ്വതന്ത്ര പാലസ്തീൻ എന്ന 2 സ്റ്റേറ്റ് തിയറിയിലേക്ക് എത്തേണ്ടി വരും. അല്ലെങ്കിൽ ഈ യുദ്ധം അനന്തമായി നീളും. അത് ഇരു കൂട്ടർക്കും വലിയ നാശനഷ്ടം ഉണ്ടാക്കും. ഇപ്പോൾ ഹൂത്തികൾ ഭയന്നോടും അല്ലെങ്കിൽ പിന്മാറും, ഹമാസ് പിന്മാറും, അല്ലെങ്കിൽ ഹമാസ് തീരും എന്നൊക്കെ പലരും നെറേഷൻസ് നടത്തിയിട്ടുണ്ട്. ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് നമുക്കറിയാം, നിങ്ങളടക്കമുള്ള പല പ്രേക്ഷകരും കരുതിയിട്ടുണ്ടാകും ഇത് ചിലപ്പോൾ ഹമാസിൻ്റെ അന്ത്യമായിരിക്കും, അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ അന്ത്യമായിരിക്കും, അല്ലെങ്കിൽ ഹൂത്തികളുടെ അന്ത്യമായിരിക്കും. ഇവിടങ്ങളിലൊക്കെ ഒരു സമഗ്രാധിപത്യം ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഒക്കെ ഒരു സംയുക്ത ഓപ്പറേഷനിലൂടെ ഉണ്ടാകും. അങ്ങനെ ഈ പറയുന്ന സംഘടനകളൊക്കെ അവസാനിക്കുകയും പലസ്തീൻ അല്ലെങ്കിൽ ഗസ പൂർണ്ണമായും ഇസ്രായേൽ പിടിച്ചെടുക്കുകയും പിന്നീട് അവരുടെ നേതൃത്വത്തിൽ അവിടെ ഒരു ഭരണം വരികയും ഒക്കെ ചെയ്യും. അങ്ങനെ ഇസ്രായേൽ അജയ്യമായി അവരുടെ മുന്നേറ്റം തുടരും. അല്ലെങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒരു അജയ്യമായ മുന്നേറ്റം ഇനി ഉണ്ടാകും എന്നൊക്കെ പലരും കരുതിയിട്ടുണ്ട്. പലരും അതുമായി ബന്ധപ്പെട്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, അവരുടെ വിലയിരുത്തലുകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതും പ്രമുഖരായിട്ടുള്ള പല മാധ്യമ പ്രവർത്തകരും, അന്താരാഷ്ട്ര നിരീക്ഷണങ്ങൾ നടത്തുന്ന പല മാധ്യമ പ്രവർത്തകരുമൊക്കെ തുടക്കം മുതൽ ഇതിൽ ഹമാസും ഹൂത്തികളും ഹിസ്ബുള്ളയും ഒക്കെ തീരും, പശ്ചിമേഷ്യയിൽ മൃഗീയ ആധിപത്യം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും, ഗസ അവർ പിടിച്ചെടുക്കും എന്നൊക്കെ കരുതിയിട്ട് ബന്ദികളെയൊക്കെ ഉടൻ മോചിപ്പിക്കുമെന്നും പറഞ്ഞിരുന്ന ആളുകളുണ്ട്, പ്രവചിച്ചിരുന്ന പലരുമുണ്ട്. പക്ഷേ ഇതിപ്പോൾ എത്ര ദിവസം, 3.5 മാസം കഴിഞ്ഞു. ഇപ്പോൾ അമേരിക്കയ്ക്ക് തോന്നുകയാണ് ഫ്രീ പലസ്തീൻ എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം. കാരണം ഒരു വശത്ത് ആക്രമണത്തിലൂടെ അല്ലെങ്കിൽ അധിനിവേശത്തിലൂടെ യുദ്ധത്തിലൂടെ എല്ലാം തങ്ങളുടെ വരുതിയിലാക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളൊക്കെ പൊളിയുക. ആ ശ്രമങ്ങൾ പൊളിയുന്നു എന്ന് പറയാനുള്ള കാരണം ആ ശ്രമങ്ങൾ വിജയകരമായിരുന്നുവെങ്കിൽ, അത് വിജയിക്കുകയായിരുന്നുവെങ്കിൽ ഹൂത്തികളൊന്നും പിന്നെ അനങ്ങാൻ പാടില്ല. ഹൂത്തികളുടെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം പോലും ഉണ്ടാകാൻ പാടില്ല. അവരുടെ തലവന്മാർ പ്രത്യക്ഷപ്പെടാൻ പാടില്ല മാധ്യമങ്ങൾക്ക് മുൻപിൽ. അപ്പോൾ അത് പരാജയമാണെന്നുള്ളത് കൊണ്ടും ഹൂത്തികൾക്ക് എന്തും ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള ഒരു സാഹചര്യം, അത് ആയുധങ്ങൾ കൊണ്ടായിക്കൊള്ളട്ടെ, ആൾബലം കൊണ്ടായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ അവരുടെ നിലപാടുകളും പ്രഖ്യാപനങ്ങളും കൊണ്ടായിക്കൊള്ളട്ടെ, അത് അവരിപ്പോഴും തുടരുകയാണ്. അതിൻ്റെ തീവ്രത കൂടുന്നു എന്നതല്ലാതെ കുറയുന്നില്ല. അതുപോലെ തന്നെയാണ് ഹമാസിൻ്റെ കാര്യം. ഇപ്പോഴും തിരിച്ചടികൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ വേറെ കുറേ ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പുകൾ ഇറാൻ്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്നവരാണ്. ആ ഗ്രൂപ്പുകളും ഇടയിലൂടെ വന്നിട്ട് അമേരിക്കൻ സൈനിക താവളങ്ങളും വ്യോമ താവളങ്ങളും ഒക്കെ ആക്രമിച്ചിട്ട് പോവുക. അതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുവെന്ന് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയത്തിന് ഒരു സ്ഥിരീകരിക്കേണ്ടി വരികയാണ്. അപ്പോൾ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും പോവുകയാണെങ്കിൽ അമേരിക്കയോ ഇസ്രായേലോ ഉദ്ദേശിച്ചത് നടക്കാൻ പോകുന്നില്ല. അവരെ സംബന്ധിച്ച് ഇത് ചെലവേറിയ ഏർപ്പാടാണ്. സാമ്പത്തികമായി വലിയ ബാധ്യതകൾ ഇസ്രായേലിന് ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആ രാജ്യത്തെ ഭരണകൂടം ശ്രദ്ധിക്കേണ്ട 2 മേഖലകൾ, 2-3 മേഖലകളിൽ പ്രതിരോധത്തിനൊപ്പം തന്നെ ആരോഗ്യവും വിദ്യാഭ്യാസവും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. ഒരു രാജ്യത്തിൻ്റെ പൗരന്മാർക്ക് വേണ്ടി ഒരു ഭരണകൂടം ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ 1 രാജ്യസുരക്ഷ, 2 ആരോഗ്യവും വിദ്യാഭ്യാസവുമാണ്. ഇവിടെ പ്രതിരോധത്തിന് വേണ്ടി, ആ പ്രതിരോധം എന്ന് പറയുന്നത് നെതന്യാഹുവിൻ്റെ ഒരു ഒറ്റ പിടിവാശിയാണ്. വാർ ക്യാബിനറ്റിൽ നിന്ന് പോലും ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ അവരുടെ നീക്കങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഇപ്പോൾ ഒരു വാർ ക്യാബിനറ്റിലെ മന്ത്രി തന്നെ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു, ഈ യുദ്ധം കൊണ്ട് ഒരു നേട്ടവുമില്ല, ഹമാസിനെ തീർക്കാൻ കഴിയില്ല, ഇസ്രായേൽ തോറ്റുകൊണ്ടിരിക്കുകയാണ് എന്ന്. ഇപ്പോൾ രാജ്യത്തിനുള്ളിൽ നിന്ന് തന്നെ ബന്ദികളെ കണ്ടെത്താത്തതിലടക്കം വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്ന അതേ സമയത്ത് തന്നെ ഇസ്രായേലിനെ പിന്തുണച്ച അമേരിക്കയ്ക്കും പലയിടത്തു നിന്നും അടികിട്ടുക. അപ്പം അങ്ങനെ കിട്ടുമ്പോൾ അമേരിക്ക പോലും സ്വതന്ത്ര പലസ്തീൻ എന്ന വിഷയത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് ഇന്നലെ റിപ്പോർട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരു വശത്ത് ആക്രമണത്തിലൂടെ, യുദ്ധത്തിലൂടെ, അധിനിവേശത്തിലൂടെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ട് അത് പരാജയപ്പെടുമ്പോൾ ഉടൻ തന്നെ എന്നാൽ നമുക്ക് സെറ്റിൽ ചെയ്യാമെന്ന മട്ടിലേക്ക് അമേരിക്കയും മാറുന്നു, അല്ലെങ്കിൽ മാറ്റിക്കുന്നു ഈ പറയുന്ന ഇറാൻ്റെ പിന്തുണയുള്ള ശക്തികൾ എന്നുള്ളതാണ് ഇന്ന് പ്രധാനമായും പറയാൻ കഴിയുന്ന കാര്യം.